ഏതൊരു വീട്ടമ്മയ്ക്കും ഒരു സംരംഭകയാകാമെന്ന് തെളിയിക്കുകയാണ് എറണാകുളം കുമ്പളം സ്വദേശിനി ഓമന മുരളീധരൻ. ഇവരുടെ പ്രോണോസ് എന്ന ഭക്ഷ്യ ഉൽപ്പന്നം വൻകിട കമ്പനികളുടെ ഉൽപ്പന്നങ്ങളെ പിന്തള്ളി മുന്നേറുകയാണ്. എട്ട് വർഷം മുമ്പ് ഒരു സാധാരണ വീട്ടമ്മയിൽ കവിഞ്ഞ് ആരുമായിരുന്നില്ല ഓമന മുരളീധരൻ. ബിസിനസ് ആരംഭിക്കുക എന്നത് ആഗ്രഹത്തെക്കാളേറെ ആവശ്യമായിരുന്നു ഓമനയ്ക്ക്. അങ്ങനെയാണ് 2001 എറണാകുളത്തെ കുമ്പളത്ത് അമൃത മെറ്റൽ ഫിനിഷ് എന്ന സ്ഥാപനം ആരംഭിച്ചത്. പ്രതിരോധ വകുപ്പിനും സീമെൻസിനുമുള്ള ചെറിയ മെറ്റൽ പാർട്സുകൾ നിർമ്മിക്കുന്ന ഈ കമ്പനിയുടെ വിറ്റുവരവ് ഇപ്പോൾ 40 ലക്ഷത്തിനടുത്താണ്. ഈ വിജയത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രോണോസ് എന്ന സ്നാക്സ് വിഭവം ഓമന മുരളീധരൻ വിപണിയിലെത്തിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് 5 മാസം മുമ്പ് പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. തൃശ്ശൂർ MSMEയുടെ B2B മീറ്റിൽ വെച്ച് ഒരു ഹാഫ് ആൻ അവർ എൻ്റെ മെറ്റൽ ഇൻഡസ്ട്രിയിൽ നിന്നൊരു ഡൈവേഴ്സിഫിക്കേഷൻ തന്നെ ആക്ച്വലി നടന്നത്. കാരണം ഈ ഹാഫ് ആൻ അവർ കൊണ്ട് ഞാൻ എൻ്റെ മെറ്റൽ വേൾഡ് അങ്ങോട്ട് മാറിപ്പോയി ഫുഡ് വേൾഡിലേക്ക് ഒരു എടുത്തു ചാട്ടമായിരുന്നു. പിന്നെ അവരുടെ ശരിക്കും ആ പ്രസൻറ്റേഷൻ കണ്ടപ്പോൾ, അതൊരു നിതിൻ സിംഗ് ആണ് പ്രസൻറ്റ് ചെയ്തത്. ആ പ്രസൻറ്റേഷൻ നെക്സ്റ്റ് ഡേ എന്നെ സ്വിഫ്റ്റിലേക്ക് എടുത്തു എന്ന് പറയാം. ഞാൻ സ്വിഫ്റ്റിൽ ചെന്നിട്ട് അവർ പ്രസൻറ്റ് ചെയ്തത് മുഴുവനും ശരിയാണോ എന്ന് ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോയത്. ബിക്കോസ് പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആരും ഒരിക്കലും പ്രാവർത്തികമാക്കാറില്ല. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവരുടെ ആ ക്യൂബിക്കൽ ഫെസിലിറ്റിയും അവരുടെ പൈലറ്റ് പ്ലാന്റും എല്ലാം കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് അങ്ങോട്ട് ഡബിളായി. അങ്ങനെ അവരുടെ ആ പൈലറ്റ് പ്ലാൻ ഫെസിലിറ്റിയിൽ വെച്ച് ഞങ്ങൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി ടെസ്റ്റ് മാർക്കറ്റിംഗ് ചെയ്തു. അടുത്ത വർഷം തൃശ്ശൂർ MSME അതേ സ്റ്റാളിൽ എക്സിബിഷന് തന്നെ ഞാൻ ആ പ്രോഡക്റ്റ് ടെസ്റ്റ് മാർക്കറ്റിംഗ് ചെയ്തു. ആ ടെസ്റ്റ് മാർക്കറ്റിംഗ് നല്ല മെഗാ സക്സസ് ആയിരുന്നു. എല്ലാവരും ആ ന്യൂട്രീഷണൽ വാല്യൂ കോൺസെപ്റ്റ് അംഗീകരിക്കാൻ തുടങ്ങി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ജനം ഇപ്പോൾ പണ്ടത്തെ പോലെ അജിനോമോട്ടോ ഇല്ലാത്തൊരു പ്രോഡക്റ്റ് കൊടുത്താൽ, മൈദ ഇല്ലാത്തൊരു പ്രോഡക്റ്റ് കൊടുത്താൽ, എണ്ണയിൽ വറുക്കാത്തൊരു പ്രോഡക്റ്റ് കൊടുത്താൽ, സീറോ കൊളസ്ട്രോൾ ആയ ഒരു പ്രോഡക്റ്റ് കൊടുത്താൽ അവർ നല്ല വില്ലിങ് ആണ്. അപ്പോൾ ന്യൂട്രീഷണൽ കോൺസെപ്റ്റ് പാരൻസിൻ്റെയും ചിൽഡ്രൻസിൻ്റെയും മനസ്സിൽ ഒരുപോലെ കടന്നു എന്നു മനസ്സിലായി. ഞാൻ അതിനെ തുടർന്ന് സ്വിഫ്റ്റിനോട് പറഞ്ഞു ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വിഫ്റ്റ് തന്നെ ഞങ്ങളെ അവരുടെ ഓൺ ചെലവിൽ ഫ്ലൈറ്റിന് ഞങ്ങളെ ഡൽഹിയിൽ കൊണ്ടുപോയി, നോയിഡയിൽ പോയിട്ട് മെഷീനറി എല്ലാം വാങ്ങണ കാര്യമെല്ലാം ചെയ്തു. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എന്ന സ്വിഫ്റ്റിലെ വിദഗ്ധർ നിർമ്മിച്ച ഫിഷ് കുറെ എന്ന ഉൽപ്പന്നമാണ് പ്രോണോസ് എന്ന പേരിൽ ഓമന വിപണിയിലെത്തിക്കുന്നത്. കറുമുറ തിന്നാവുന്ന ഒട്ടേറെ ആഹാരവസ്തുക്കൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. പോഷകഗുണമില്ലാത്ത ഇത്തരം ആഹാരവസ്തുക്കൾ കുട്ടികളുടെ ആരോഗ്യത്തിന് ഹാനികരവുമാണ്. എന്നാൽ ഇതിന് പരിഹാരമാണ് പ്രോണോസ്. കൊഞ്ചിന്റെ കൊതിപ്പിക്കുന്ന രുചിയുടെ മേമ്പൊടിയിലാണ് ഈ ലഘുഭക്ഷണം നമ്മുടെ കൈകളിലെത്തുന്നത്. ഒപ്പം ഇത്തരം ചെറുകടികളിറക്കുന്ന വമ്പൻ കമ്പനികളുടെ മത്സരങ്ങളെയും പ്രോണോസ് ചുരുങ്ങിയ കാലം കൊണ്ട് അതിജീവിച്ചു. ആ മത്സരത്തിൽ എൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത അതെല്ലാം വെജ് കാറ്റഗറിയാണ്. നോൺ കാറ്റഗറിയിലേക്കുള്ള എൻ്റെ ഫസ്റ്റ് എൻട്രിയാണ്. പക്ഷേ ആ ഫസ്റ്റ് എൻട്രിയിൽ തന്നെ ന്യൂട്രീഷണൽ വാല്യൂ, അതായത് അജിനോമോട്ടോ ഇല്ല, മൈദ ഇല്ല, എണ്ണയിൽ വറുത്തിട്ടില്ല, സീറോ കൊളസ്ട്രോൾ. ഈ ന്യൂട്രീഷണൽ വാല്യൂ എന്നുള്ളത് ഇപ്പോൾ പാരൻസും ചിൽഡ്രനും ഒരുപോലെ അംഗീകരിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് ഐ ആം വെൽ കോൺഫിഡൻറ്റ്. ഇത് ചില്ലി ടേസ്റ്റാണ്. സ്പൈസി ടേസ്റ്റും മീൽ ടൈമും ഫൺ ടൈമും ടീ ടൈമും ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ കുറയ്ക്കാനും പ്രോണോസ്, ചായയ്ക്കും പ്രോണോസ്, ഊണിനും പ്രോണോസ്. 6 ലക്ഷം രൂപ വിറ്റുവരവിലെത്തിയാൽ പ്രോണോസ് ലാഭകരമാക്കാൻ കഴിയും. എന്നാൽ 6 കോടി രൂപ വിറ്റുവരവെന്ന ലക്ഷ്യവുമായാണ് ഓമന മുന്നേറുന്നത്. ഇതുപോലെ നിരവധി ബിസിനസ് സാധ്യതകളുള്ള ഉൽപ്പന്നങ്ങൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പെർ ഡേ 4000 പാക്സ്, ഒരു 1000 2000 വെച്ച് എനിക്ക് ഓൺ സെയിലും ഒരു 2 ഡിസ്ട്രിബ്യൂട്ടറും ഉണ്ടെങ്കിൽ എനിക്ക് സുഖമായിട്ട് 6 lakhs എത്താം.
6 crore ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ടേൺ ഓവർ 6 crore ഞാൻ നോക്കുന്നത്, 6 lakhs ഇതുപോലെ നമ്മളറിയാത്ത ഒത്തിരി ടെക്നോളജി ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷനിലുണ്ട്. ഇപ്പോൾ സ്വിഫ്റ്റിൽ തന്നെ പ്രോൺ പപ്പടുണ്ട്, പിന്നെ പ്രോൺ ഒരുപാട് ഫിഷ് ഫിംഗർ ഒരുപാട് ഇതുണ്ട്. ഇത് കുടുംബശ്രീ അടിസ്ഥാനത്തിൽ തന്നെ ഒരു 100 kg 200 kg വെച്ച് ഓരോ യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് ഈ പ്രോൺ പപ്പട് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നല്ല ഇതിലാകുവാണെങ്കിൽ ഞാൻ തയ്യാറാണ്. എനിക്ക് ഓൺ വണ്ടി ഉള്ളത് കൊണ്ട് സ്വിഫ്റ്റിൽ ഉണ്ടാക്കണ എല്ലാ പ്രോഡക്റ്റും എൻ്റെ വണ്ടിയിൽ സെയിൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കേരളത്തിൽ ബിസിനസ് സാഹചര്യമില്ലെന്ന സ്ഥിരം പല്ലവിയെയും ഓമന മുരളീധരൻ തിരുത്തുന്നു. കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും അർപ്പണബോധവുമുള്ളവർക്ക് അവസരങ്ങൾ നിരവധിയാണെന്ന് സ്വന്തം അനുഭവത്തിലൂടെ അവർ തെളിയിക്കുന്നു. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലേസ് കേരളമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു വിമൺ എൻ്റർപ്രനറിന് ഗവൺമെൻറ് സപ്പോർട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസ് സപ്പോർട്ടും ഏറ്റവും കൂടുതലായിട്ട് കിട്ടും. ഇപ്പോൾ എന്നെ lakhs rupees വിലയുള്ള ആ ടെക്നോളജി എനിക്ക് ട്രാൻസ്ഫർ ചെയ്തത് 15,000 rupeesനാണ്. വെറുതെ സബ്സിഡി മേടിച്ചിട്ട് നമ്മൾ പുട്ടടിക്കാൻ നിന്നാൽ ശരിയാവില്ല. സബ്സിഡി മേടിച്ചിട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് തന്നെ ഇതായിട്ട് ലാഭവും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. ലാഭം നമുക്ക് എടുക്കാം, ബട്ട് ബൈ വോളിയം അങ്ങനെ ചിന്തിക്കണം. ആദ്യം നമ്മൾ അപ്പം നമ്മൾക്ക് എന്താ, നമ്മൾ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്ത് ചെയ്യണേക്കാളും നമ്മളിപ്പോൾ നമ്മളുടെ സ്വന്തം സാമ്രാജ്യത്തിൽ നമുക്ക് വളരാം, മറ്റുള്ളവരെ വളർത്താം. മറ്റൊരു സ്വകാര്യ കമ്പനിയിലെ മെക്കാനിക്കായ ഭർത്താവ് മുരളീധരൻ്റെയും ഫുഡ് ടെക്നോളജിയിൽ എഞ്ചിനീയറിംഗ് ബിരുദത്തിന് പഠിക്കുന്ന മക്കളുടെ പിന്തുണയും പ്രോണോസിന്റെ വിജയത്തിന് പിന്നിലുണ്ട്. മികച്ച വനിതാ സംരംഭകയ്ക്കുള്ള കാനറ ബാങ്കിന്റെ ദേശീയ പുരസ്കാരം, സംസ്ഥാന സർക്കാരിന്റെ MSME അവാർഡ് എന്നിവയും ഓമന മുരളീധരനെ തേടിയെത്തിയിട്ടുണ്ട്. എനിക്ക് ചുരുങ്ങിയത് ഒരു 2000 പേർക്കെങ്കിലും ജോലി കൊടുക്കണം. അതും എനിക്ക് വളരെ ഒരു 10 പേര് ധാരാളം മതിയാവും പുരുഷന്മാർ, ബാക്കി 90% എനിക്ക് സ്ത്രീകളെ കൊണ്ട് ഫില്ല് ചെയ്യണം. ബിക്കോസ് ഞങ്ങൾ പവർഫുൾ ആണെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. ഞാനിങ്ങനെ ഇവിടെ തന്നെ ഇരിക്കില്ല. ഈ നെട്ടൂരിൻ്റെ മിന്നാമിനിങ് കുമ്പളത്ത് വിളങ്ങി, ഇനി അരൂരിൻ്റെ മിന്നാമിനിങ് ആയി, DIC അത് കേരളത്തിൻ്റെ മിന്നാമിനിങ് ആക്കി, കാനറ ബാങ്ക് അത് ഇന്ത്യയുടെ മിന്നാമിനിങ് ആക്കി. പക്ഷെ ഞാൻ ലോകത്തിൻ്റെ ഓരോ മൂലയിലേക്ക് ഞാൻ ചെല്ലും. എൻ്റെ പ്രോഡക്റ്റ് കൊണ്ട് ഉയരും ഞാൻ നാടാകെ, പടരും ഞാൻ നാടാകെ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ കീഴിൽ പുതിയ സംരംഭകർക്കായി ഇൻക്യുബേഷൻ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ സംരംഭത്തിന്റെ ആദ്യ നാളുകളിൽ സ്ഥല സൗകര്യങ്ങൾക്കും യന്ത്ര സംവിധാനങ്ങൾക്കുമായി പണം മുടക്കേണ്ടതില്ല. മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ കുറഞ്ഞ മുതൽ മുടക്കിൽ നേടിത്തരുവാനും സ്വിഫ്റ്റ് സംരംഭകരെ സഹായിക്കും. വ്യവസായം തുടങ്ങാനുള്ള ഇച്ഛാശക്തിയും ആത്മധൈര്യവുമാണ് സംരംഭകർക്ക് വേണ്ടത്. സ്വന്തമായി വ്യവസായം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് മാതൃകയാണ് ഓമന മുരളീധരൻ. ബിസിനസ് ഡെസ്ക്, ജയ് ഹിന്ദ് ന്യൂസ്.